ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ സോറി എന്ന് പറഞ്ഞ് വിക്രം അവിടുന്ന് പോവാണ്. പോയി കഴിയുമ്പോൾ വേദ ഇങ്ങനെ വിങ്ങിക്കരയാട്ടോ. അങ്ങനെ വിക്രം താഴെ എത്തുമ്പോൾ ആകെ ഡള്ളായി നിൽക്കുന്നത് കാണുമ്പോൾ മാഷിന് വിഷമാവുന്നുണ്ട്. ശങ്കരൻ പറയും, സംസാരിച്ചിട്ട് എന്തായി? ഞാൻ പറഞ്ഞില്ലേ, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുത്തു വന്നതാ. മറ്റാരെങ്കിലും അടിച്ചേൽപ്പിച്ചതാണെങ്കിലല്ലേ അത് മാറ്റാൻ കഴിയൂ. വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, കലങ്ങിയിട്ടുണ്ട്. എന്ന് മൂളിയിട്ട് പോവാ അച്ഛാ. മാഷോയ്ക്കും വേദ എന്ത് പറഞ്ഞു? വിക്രം പറയും, അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അച്ഛൻ വരൂ. ദീപ്തിക്ക് നല്ല സങ്കടാവുന്നുണ്ട്. അപ്പോ മാഷ് പറയും, ഞാൻ വേദയോടൊന്ന് സംസാരിക്കുന്നതില് ബുദ്ധിമുട്ടുണ്ടോ? ശങ്കരൻ പറയും, ആയിക്കോളൂ. പക്ഷേ അവളുടെ സ്വഭാവം എനിക്കറിയാം. അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതാര് എന്തു പറഞ്ഞാലും അവൾ അതൊന്നും പിന്മാറില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരാൻ ഞങ്ങൾ പറയേണ്ടിരുന്നതല്ലല്ലോ, അവള് വരാതിരുന്നതല്ലേ. അതുപോലെയാണ് ഇതും. മാഷ് പറയും, അയ്യോ, തീരുമാനം മാറ്റണമെന്നല്ല, ഒരു കൊല്ലത്തിലധികം ഒരുമിച്ച് താമസിച്ചവരല്ലേ, ഒന്ന് യാത്ര പറഞ്ഞിറങ്ങണം, അത്രയേ ഉള്ളൂ. പത്മം പറയും, ദീപ്തി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കൂ. അപ്പോ ദീപ്തി പറയും, വരൂ അങ്കിൾ. അങ്ങനെ മാഷ് ദീപ്തിയോടൊപ്പം മുകളിലേക്ക് പോവാ. വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് മാഷ് പോകുന്നതൊക്കെ. ഇതേ സമയം വേദ കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി ഒന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി വരുമ്പോഴായിരിക്കും ദീപ്തി റൂമിലേക്ക് വരുന്നത്. മുഖം തൊട്ട് നോക്കിയിട്ട് പറയും, കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ, എന്തിനാ ചേച്ചി ഇങ്ങനെ? വിക്രം ചേട്ടനോട് ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത് മറച്ചു വെച്ചിട്ട് എന്തിനാ ഈ ത്യാഗം? വേദയ്ക്കും, നിനക്ക് വേറെ എന്താ പറയാനുള്ളത്? ദീപ്തി അപ്പൊ തന്നെ പറയും, പറയാനുള്ളത് എനിക്കല്ല, മറ്റൊരാൾക്കാ. വന്ന് ഹാളിൽ നിൽപ്പുണ്ട്, ചെല്ല്. ആരാന്നുള്ള ഭാവത്തിൽ നോക്കുമ്പോ ദീപ്തി പറയും, വിക്രമേട്ടന്റെ അച്ഛനാ. എന്താ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ ചെന്ന് പറയണോ? ഞാൻ ചെന്ന് അങ്ങനെ പറയാം. അപ്പൊ വേദ പറയും, വേണ്ട, ഞാൻ കണ്ടോളാം, നീ ഇവിടെ ഇരിക്കേ. അങ്ങനെ വേദ മാഷ് അടുത്തേക്ക് ചെല്ലാണ്. ദീപ്തി അവിടെ ഇരിക്കും. മാഷ് ഹാളിൽ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോ വേദ അടുത്ത് വന്ന് അച്ഛാ എന്ന് വിളിക്കുമ്പോ മാഷ് തിരിയും. ആ വിളി എന്തായാലും മാറ്റിയില്ലല്ലോ, സന്തോഷം. വീട്ടിൽ കയറി വന്ന കാലം തൊട്ട് നീ എന്നെ മാഷെന്നാ വിളിച്ചിരുന്നത്. എനിക്കും നീ അച്ഛാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ എന്നെ അച്ഛാന്ന് വിളിക്കാനെന്ന് ഞാൻ കമലയെ പറഞ്ഞേൽപ്പിച്ചു. കമല അത് നിന്നോട് പറയേണ്ടി വന്നില്ല, നീ തന്നെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. ഓർമ്മയുണ്ടത്? അച്ഛാ എന്ന് വേദ വീണ്ടും വിളിക്കുമ്പോൾ മാഷ് പറയും, നീ വളരെ വാശിയുള്ളവളാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. പെൺകുട്ടികളായ വാശിയും സാമർത്ഥ്യവും ഒക്കെ വേണം. ഒരു വാശിക്ക് കിണറ്റി ചാടിയാൽ രണ്ടു വാശിക്ക് തിരികെ കയറാൻ പറ്റില്ലെന്ന് പറയും. അത് നീ തിരുത്തി ഇറങ്ങിയെടുത്ത് തന്നെ വാശി പിടിച്ച് തിരിച്ചു പോന്നു. അത് നിന്റെ ഇഷ്ടം, നിന്റെ തീരുമാനം. ഞാനത് മാറ്റാൻ ആവശ്യപ്പെടില്ല. പക്ഷേ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്നൊരു കളവ് പറയാൻ നിനക്ക് പറ്റണമായിരുന്നു. എന്നാ നിന്റെ വാശിക്ക് കുറച്ചുകൂടെ ആധികാരികത ഉണ്ടായേനെ. വിക്രത്തിന്റെ സ്വഭാവം മാറില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നിന്റെ ഈ തീരുമാനമെങ്കിൽ ഇത്രയും കാലം നീ കാത്തിരിക്കില്ലായിരുന്നു എന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് നീ മടങ്ങിപ്പോന്നേനെ. മാത്രമല്ല, നിങ്ങൾക്കിടയിലുള്ള കെമിസ്ട്രി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത് അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ശ്രീകാര്യ ശ്രീനിവാസിന് പകരം വേറെ എന്തൊരു ഓപ്ഷനും ഇല്ലാതെ നിന്നവനാണ് എന്റെ മകൻ. അവൻ ഇലക്ഷൻ കഴിഞ്ഞാൽ അയാളെ വിട്ട് പോരുന്നൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയാണ്. നീ അവനെ അത്രയും പ്രിയപ്പെട്ട ഒരാളായി മാറിയതുകൊണ്ടാണ്. വേദ ഇപ്പോഴും നിന്ന് കരയാം. എന്തിന് ഇലക്ഷൻ വരെ കാക്കണം എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അതിനവൻ പറഞ്ഞ മറുപടി എനിക്ക് കൺവീൻസിങ് ആയിട്ടാ തോന്നിയത്. ഇത്രയും നാൾ കൂടെ നിർത്തിയ ഒരാളെ ഒരു ക്രൂഷ്യൽ സമയത്ത് വിട്ടുപോരുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് നിന്നോട് സൂചിപ്പിക്കാനുള്ളതും അതാണ്. ഇറങ്ങിപ്പോരാൻ നീ തീരുമാനിച്ചത് അവന്റെ ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ സമയത്തായിപ്പോയി. അവന്റെ മാത്രമല്ല എന്റെയും. അത് കേൾക്കുമ്പോ വേദ മാഷെങ്ങനെ ദയനീയായി നോക്കൂ. അവനെ പഴയ മട്ടില് തിരിച്ചു കിട്ടാൻ കാരണം നീയാണ്. തിരിച്ചവൻ പഴയ ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ നീ തന്നെ അവൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. വീട്ടിലേക്ക് വന്ന മരുമകളെ നിന്നെ, അതായത് ഞാനും കമലയും കണ്ടത് മകളുടെ സ്ഥാനത്താണ്. മറ്റു രണ്ടുപേർക്കും അവരുടേതെന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലാൻ അവരുടേതായ ഇടങ്ങളുണ്ട്. നിനക്കതില്ല. അതുകൊണ്ട് നിനക്ക് ഒരു കാലത്തും സങ്കടം തോന്നരുതെന്ന് ഞങ്ങൾ പറയായിരുന്നു. തിരിച്ചു തന്നാൽ തന്നെ നിന്നോട് എങ്ങനെ പെരുമാറുന്ന ആദ്യം ഉണ്ടായിരുന്നു കമലയ്ക്ക്. അതിൽ കഴമ്പില്ലെന്ന് മനസ്സിലായല്ലോ. ഞാൻ തിരികെ നമ്മളോട് പറഞ്ഞേക്കാം നീ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന്. അപ്പോഴേക്ക് വേദയുടെ കണ്ണീര് ഒഴുകി വരും. വേദ അത് മാഷ് അറിയാതെ തുടച്ചു മാറ്റുക. നിന്നെ ഒന്ന് കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ നീ ഇറങ്ങിപ്പോയ ചിത്രമായിരിക്കും മനസ്സിലുണ്ടാവുക. ഇതിപ്പോ നിന്നോട് യാത്ര പറഞ്ഞിറങ്ങുന്ന ചിത്രമാണല്ലോ മനസ്സിൽ. നമ്മളായിട്ട് മനസ്സിലായി ഇറങ്ങിപ്പോയതാണെന്ന് വിചാരിക്കാം. വേദ കരയുന്ന കാണുമ്പോ മാഷു പറയും, നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, ആ വീട്ടിൽ നിന്ന് നീ പോന്നിട്ടുള്ളൂ. എന്റെയും കമലയുടെയും മനസ്സിന്ന് നീ പോയിട്ടില്ല, ഒരിക്കലും പോവുകയല്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും കാണണമെന്നോ മിണ്ടണമെന്നൊക്കെ തോന്നിയാൽ വരണം, വിളിക്കണം. വേദ ഇങ്ങനെ വല്ലാണ്ട് കരയാണ്. ചക്രവാണിയുടെ ഓഫീസ് വീടിനടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് നീ അകലെയല്ലല്ലോ. വരട്ടെ, എന്നും നല്ലതേ വരൂ എന്ന് മാഷു പറയുമ്പോൾ മാഷിന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാഷ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേദ കരഞ്ഞുകൊണ്ട്, അച്ഛാ ഞാൻ അവിടുന്ന് മടങ്ങിയത് ആരോടെങ്കിലും ഉള്ള ദേഷ്യം കൊണ്ടോ പകയോണ്ടോ അല്ല. അച്ഛൻ അങ്ങനെ കരുതരുത്. ഒരുപക്ഷെ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേര് ദുഃഖിക്കേണ്ടി വന്നേനെ. എനിക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റൂ. അച്ഛൻ എന്നോട് പൊറുക്കണം.
മാഷ് വേദയെ നോക്കിയിട്ട് പറയും, കാര്യങ്ങൾ തുറന്നു പറയുന്നവരുണ്ട്, പറയാതെ പറയുന്നവരുണ്ട്. നീ രണ്ടാമത്തെ കൂട്ടത്തിലാ. ഞാൻ ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ വേദ ഇങ്ങനെ കൈ കൂപ്പി നിന്ന് കരയാണ്. മാഷ് പോകുന്നത് നോക്കി കരഞ്ഞു നിൽക്കുമ്പോ ദീപ്തി അങ്ങോട്ട് വരും. അപ്പൊ വേദ വേഗം കണ്ണീര് തുടച്ചു മാറ്റാണേ. എന്തൊരു ബോൾഡായിരുന്നു വേദേച്ചി. ആ വേദേച്ചിയാണോ ഇപ്പൊ ഇങ്ങനെ? എന്തിനാ ചേച്ചി ഇങ്ങനെ സ്വയം നേർന്നേ? വേദയൊന്നും പറയാതെ അകത്തേക്ക് കയറി പോവാണേ. ഇതേ സമയം മാഷ് താഴേക്ക് വരും. എന്തായി മാഷേ? അവൾ എന്തു പറഞ്ഞു? തിരിച്ചു കൂടെ പോരുന്നുണ്ടോ? മാഷ് പറയും, എനിക്കൊരു കാര്യമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ. അതവള് പറയാതെ പറഞ്ഞു. വേദ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അവളുടെ മനസ്സ് പറഞ്ഞിട്ടല്ല, അവളെ ആരോ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടിപ്പോകുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞ ഭയപ്പെടുത്തിയിട്ടാണ്. ശങ്കരൻ ചോദിക്കും, ഭയപ്പെടുത്തിയിട്ടോ? മാഷ് പറയും, അതെ, ഒരുപാട് പേര് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവളെ തീരുമാനം എടുത്തതെന്ന് എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചില്ല. അന്വേഷിക്കേണ്ട കാരണം ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ഈ തീരുമാനം നിങ്ങളുടെ മകൾ അധിക കാലം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം വൈകാതെ അവളത് തിരുത്തും. അപ്പോഴും എന്റെ വീടിന്റെ വാതിൽ അവൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നുണ്ടാകും. വരട്ടെ, പോവാം എന്ന് വിക്രമിനോട് വയ്ക്കുമ്പോൾ വിക്രം തലയിട്ടും. അങ്ങനെ നല്ല ധൈര്യത്തോടു കൂടിയാണ് മാഷിപ്പ പോകുന്നത്. എന്നാൽ ശങ്കരന്റെ മുഖത്ത് ഒരു എന്തായിരിക്കും ആ കാരണം എന്നറിയാത്തൊരു നിൽപ്പാണ് നിൽക്കുന്നത്. വർഷ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവർ ഇറങ്ങി പോകുന്നത് കാണുന്നത്. ഇവര് വന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വർഷ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് ചന്ദ്രശേഖരൻ വരാം കേട്ടോ. വന്നിട്ട് എങ്ങനെയുണ്ട് വീട്ടിലെ സംഭവ വികാസങ്ങളെ? അവളുടെ ഉള്ളില് ദേഷ്യവും പകയും അതൊന്നും കാണിക്കുന്നില്ല. ചന്ദ്രശേഖരൻ പറയും, പക്ഷെ അവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലാത്തതാ. എനിക്കും അവളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. ശ്രീകാന്ത് വയ്ക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പദ്ധതി ഒരുക്കി കാത്തിരിക്കുമ്പോൾ നമ്മളെക്കാളും വലിയ പദ്ധതി ഒരുക്കിയിട്ടാണ് അവൾ കാത്തിരിക്കുന്നത് എന്നൊരു തോന്നൽ. ശ്രീകാന്ത് പറയും, പക്ഷേ ഇതുവരെ അവൾ വീട്ടിൽ ആരോടൊന്നും സംസാരിച്ചിട്ടില്ല. വിക്രവുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചു പോകുന്നു തന്നെയാ അവൾ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം നമ്മുടെ ഭീഷണി ശരിക്കും ഏറ്റിട്ടുണ്ടോന്നല്ലേ? ചന്ദ്രശേഖരൻ പറയും, തൽക്കാലം നമുക്കത് വിശ്വസിക്കാം. പക്ഷേ എപ്പോഴും മറ്റൊരു സാധ്യത മുന്നിൽ കണ്ടിരിക്കണം. ആ ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ. ശ്രീകാന്തിക്കും അങ്ങനെ പ്ലാൻ ചെയ്യാൻ അവൾ തയ്യാറാവോ? പ്രത്യേകിച്ചും ആ മാഷിന് സംഭവിച്ചത് അവൾ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. ആ ഭീതി അവളുടെ ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല അച്ഛാ. അവളെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുവിടെ ശ്രീകാന്തേ. ചിലപ്പോൾ നമ്മളെ മുഴുവനായിട്ട് തകർത്ത് കളയാനുള്ള പ്ലാൻ ആയിട്ടാണ് അവൾ വന്നിട്ടുള്ളതെങ്കിലോ? ഒരുപാട് കാലം അവളെ ഇങ്ങനെ ഭീഷണിയിൽ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീകാന്ത് പറയും, ശരിയാ, അവളുടെ ഉള്ളിലിരിപ്പ് നമുക്ക് അത്ര പെട്ടെന്ന് പിടിയിട്ടില്ല. ചന്ദ്രശേഖരൻ പറയും, ചിലപ്പോൾ നമ്മളോടുള്ള ഈ പേടിയും വീട്ടിൽ വന്ന് നിൽക്കുന്നതെല്ലാം ഒരു അഭിനയമാണെങ്കിലോ ശ്രീകാന്തേ? മാഷിനെ അപായപ്പെടുത്തിയത് നമ്മളാണെന്നുള്ളതിനെ തെളിവ് കണ്ടെത്താൻ അവളോ അവനും കൂടെ ചേർന്ന് നടത്തുന്ന നാടകമാണെങ്കിലും എന്നെനിക്കൊരു സംശയം. ചന്ദ്രശേഖരൻ പറയുന്ന കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഞെട്ടും. അങ്ങനെ പറയാൻ കാരണമൊന്നുമില്ല, വെറുതെ ഒരു തോന്നൽ. അപ്പം മുതലുള്ളിൽ അതാണ് ശരി, അതാണ് ശരി എന്നൊരു പറച്ചിൽ. ശ്രീകാന്ത് പറയും, പക്ഷേ അവൻ അവളെ അവിടെ കാണാൻ വന്നതാണല്ലോ. അവള് കാണാൻ കൂട്ടാക്കത് പറഞ്ഞു വിടുകയും ചെയ്തു. അത് 2 ദിവസം മുന്നേ അല്ലേ? ശ്രീകാന്ത് പറയും, അവനായിട്ട് ഞാൻ വഴക്കിട്ടപ്പോ അവളെന്നോട് തട്ടിക്കേറി എന്നുള്ളത് ശരിയാ. എനിക്ക് അവനെ തൊടാൻ അർഹതയില്ലെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അവനായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ച സ്ഥിതിക്ക് അത്തരം ഡ്രാമയായിട്ട് ഇനി അങ്ങോട്ട് വരരുതെന്നാ അവൾ അവനോട് പറഞ്ഞത്. ചന്ദ്രശേഖരൻ പറയും, അത് കറക്റ്റ്. ആ പെരുമാറ്റത്തിലാ എനിക്ക് സംശയം തോന്നിയത്. ഒരേ സമയം അവനെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും പിന്നെ അവനെതിരായി നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്തത് അവളുടെ ആ അഭിനയത്തെ നമ്മൾ സംശയിക്കണമെന്നാ എൻ്റെ ഒരു ഡൗട്ട്. ഈ സമയം ഒരു കോള് വരികയാണേ. വർഷയാണേ. എടുക്കടാ. അങ്ങനെ വർഷയായിട്ട് ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുകയാണേ. ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നോ? വർഷ പറയും, എങ്കിൽ ഡിസ്കസ് ചെയ്യാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വന്നിരുന്നു. ഒന്നല്ല 2 ഗസ്റ്റ്. അപ്പൊ ശ്രീകാന്ത് വയ്ക്കും, ഗസ്റ്റോ? അതെ, വേദയുടെ ഭർത്താവും അങ്ങേരുടെ അച്ഛനും. അതെ. ചന്ദ്രശേഖരന്റെ അടുത്ത് ശ്രീകാന്ത് പറയുമ്പോ അങ്ങേര് സ്പീക്കറിലിടാൻ പറയണേ. അങ്ങനെ അവര് സ്പീക്കറിലിട്ടാണ് പിന്നെ സംസാരിക്കണേ. അങ്ങനെ വിക്രം സംസാരിച്ചതും പിന്നീട് മാഷ് സംസാരിച്ചതൊക്കെ പറയുന്ന നിൽക്കുമ്പോ ഇവര് ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, അവള് പോയിട്ടില്ലെങ്കിലും ഇങ്ങനെ അവര് വരാൻ തുടങ്ങിയാലേ അവളെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ സമ്മതിച്ച പോലെ അതും അങ്ങ് സമ്മതിച്ച് അവളെ അവരോടൊപ്പം പറഞ്ഞു വിടുകയും ചെയ്യും. പിന്നെ ശ്രീയേട്ടാ, അവന്റെ അച്ഛൻ പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞു, വേദ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അവളെ മറ്റാരോ സ്വാധീനിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടാണെന്ന്. ഇത് കേൾക്കുന്ന ശ്രീകാന്തും ചന്ദ്രശേഖരനും പരസ്പരം നോക്കണേ. വർഷയ്ക്കും അതാരായിരിക്കും ശ്രീയേട്ടാ? ശ്രീകാന്ത് പറയും, അതെനിക്കെങ്ങനെ അറിയാം? അല്ല, നിങ്ങളെ കൊണ്ട് സ്വാധീനിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇനി ഭീഷണിപ്പെടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. ശരി ശരി, നീ ഫോൺ വെച്ചേ. ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ? അവിടെ അച്ഛനില്ലേ? ഞാൻ വരാം എന്ന് പറഞ്ഞ ശ്രീകാന്ത് കോള് കട്ട് ചെയ്യാം. ചന്ദ്രശേഖരൻ പറയും, അപ്പൊ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ തിരിച്ചു പോയിക്കോട്ടെ എന്നാ ഹാളിയന്റെ നിലപാടല്ലേ? അത് കുഴപ്പമാവല്ലോ ശ്രീകാന്ത്. ഇനി 1-2 തവണ കൂടെ മാഷി വന്ന് സംസാരിച്ച് അവൾക്കെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവും. അതോടെ നിന്റെ അച്ഛൻ അവളോടൊപ്പം നിൽക്കും, നമ്മൾ പുറത്താവുകയും ചെയ്യും. ശ്രീകാന്ത് പറയും, ഞാൻ ആദ്യം അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ചന്ദ്രശേഖരൻ പറയും, സൂക്ഷിച്ചു വേണം, തന്റെ അച്ഛനാണ്. ഒരു തരുമ്പ് സംശയം മതി എല്ലാം പൊളിഞ്ഞു പാളീസാവാൻ. അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നുള്ള സംസാരത്തിൽ നിൽക്കണം അവരവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലേക്ക് പോലീസുകാർ വന്നിരിക്കണേ. ആ സാബു സാറും കൂട്ടരും ആട്ടോ. മുറ്റത്ത് വന്നിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് വയ്ക്കുമ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരാ. എടാ, നിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി എന്നൊക്കെ കേട്ടല്ലോ. അവളങ്ങ് പോയല്ലേ?
വിക്രം ചോദിക്കും, അത് അന്വേഷിക്കാനാണോ വന്നത്? വന്ന കാര്യം പറയാം, നിന്റെ തന്തയൊന്ന് പുറത്തേക്ക് വിളിക്കേ. അപ്പോഴേക്കും ശബ്ദം കേട്ട് മാഷ് അങ്ങോട്ട് വരും. കമലയും ഇവര് വന്ന് നിൽക്കുന്നത് കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന മാഷിനെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രമോല് വിക്രവും വേദയും ഇങ്ങനെ വീട്ടിനകത്ത് അടിപിടി കൂടുന്ന ഭാഗം ഉണ്ട് കേട്ടോ. അത് വേദ ആലോചിക്കുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് ആ ഭാഗത്തിന് കേട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്